അന്ന സെബാസ്റ്റ്യൻ എന്ന കൊച്ചി സ്വദേശിനിയും 26-കാരിയുമായ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണവും പിന്നാലെ ഉണ്ടായ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജോലി സ്ഥലങ്ങളിൽ പലരും കടന്നുപോകുന്ന മാനസികവും ശാരീരികവുമായ പീഡനത്തിന്റെ നേർചിത്രമാണ് ഇപ്പോൾ മകളെ നഷ്ടമായ അമ്മ കത്തിൽ കുറിച്ചിരിക്കുന്നത്. മകളെ നഷ്ടമായ ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥയ്ക്കപ്പുറം മകൾക്കുണ്ടായതുപോലെ മറ്റാർക്കും ഉണ്ടാവരുത് എന്ന കരുതൽ കൂടിയാണ് അന്നയുടെ അമ്മ അനിത സെബാസ്റ്റ്യൻ EY കമ്പനിയുടെ ഇന്ത്യയിലെ മേധാവി രാജീവ് മെമാനിക്ക് അയച്ച കത്തിലൂടെ വ്യക്തമാകുന്നത്. കത്ത് ഫോർമൽ ആണെങ്കിലും തുടങ്ങുന്നത് തന്നെ ഡിയർ എന്ന സല്യൂട്ടേഷനോടെയാണ്. ശേഷം അമ്മ കത്തിൽ കുറിച്ച ഓരോ വാക്കിലും തീരാനഷ്ടവും ഉള്ളുപൊട്ടുന്ന വേദനയുമാണ് വ്യക്തമാകുന്നത്. അന്ന എല്ലായ്പ്പോഴും ഒരു പോരാളിയായിരുന്നു. കുട്ടിക്കാലം മുതൽ അവളുടെ അക്കാദമിക് വരെ, കൂടാതെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ഒരു കോളേജ് ടോപ്പറും. അവസാനം അവളുടെ മരണത്തിന് വരെ കാരണമായ ജോലി സ്ഥലത്തും വിശ്രമമില്ലാതെ തന്നെ പ്രവർത്തിച്ചു. മറ്റെല്ലാവരെയും പോലെ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് ഭാവി സുരക്ഷിതമാക്കാൻ പുറപ്പെട്ടവൾ. ആദ്യമായി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് നട്ടെല്ലൊടിക്കുന്ന ജോലികൾ നൽകുന്നതിലും ഞായറാഴ്ചകളിൽ പോലും അവരെ രാവും പകലും ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലും ന്യായീകരണമില്ല. പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ സമയം പോലും നൽകാതെ അവൾ പുതിയവളാണ് എന്നത് മുതലെടുത്ത് അസൈൻ ചെയ്തതും ചെയ്യാത്തതുമായ ജോലികൾ നൽകി. അന്ന അവരുടെ ടീമിൽ ചേർന്നപ്പോൾ അമിത ജോലിഭാരം കാരണം നിരവധി ജീവനക്കാർ രാജിവെച്ചിട്ടുണ്ടെന്നും താൻ ഇവിടെ തുടർന്ന് എല്ലാവരുടെയും അഭിപ്രായം മാറ്റണമെന്നും മാനേജർ അവളോട് പറഞ്ഞു. പക്ഷേ അതിനായി തന്റെ ജീവൻ നൽകേണ്ടി വരുമെന്ന് എൻ്റെ കുട്ടി അറിഞ്ഞില്ല. അവളുടെ മാനേജർ ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ മീറ്റിംഗുകൾ വീണ്ടും ഷെഡ്യൂൾ ചെയ്യുകയും ദിവസാവസാനം അവൾക്ക് ജോലി നൽകുകയും ചെയ്യുമായിരുന്നു. താങ്ങാനാകാത്ത സമ്മർദ്ദമുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അത്തരം ജോലികൾ ഏറ്റെടുക്കരുതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സമ്മർദ്ദം ഏറെയായിരുന്നു. ജൂലൈ 6 ശനിയാഴ്ച ഞാനും ഭർത്താവും അവളുടെ കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ പൂനെയിലെത്തിയിരുന്നു. ഒരാഴ്ചയായി നെഞ്ചിൽ അസ്വസ്ഥതയുള്ളതായി പറഞ്ഞതിനെ തുടർന്ന് അവളെ കാർഡിയോളജിസ്റ്റിനെ അടുത്തേക്ക് കൊണ്ടുപോയി. ശരിയായ ഉറക്കക്കുറവും വൈകിയ ഭക്ഷണവും കഴിച്ചതുമാണ് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടിയുമായി അവസാനമായി ചിലവഴിച്ച ആ 2 ദിവസങ്ങളിൽ പോലും ജോലിയുടെ സമ്മർദ്ദം കാരണം അവൾക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങളോട് പറയുന്നത് എൻ്റെ ഹൃദയം തകർക്കുന്നു. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് അവളെ കാണുന്നതിനാണ് വന്നിരുന്നതെങ്കിലും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും ലീവ് കിട്ടില്ലെന്നും പറഞ്ഞ് ഡോക്ടറെ കണ്ട് തിരികെ ജോലിയിൽ മടങ്ങുകയായിരുന്നു. അന്ന് രാത്രിയും അവൾ താമസ സ്ഥലത്ത് വൈകിയാണ് എത്തിയത്. അവൾക്ക് ഉച്ചവരെ ജോലി ചെയ്യാൻ ഉള്ളതുകൊണ്ട് അടുത്ത ദിവസം കോൺവൊക്കേഷനിൽ എത്താനായതും വൈകിയാണ്. ഒരു ദിവസത്തെ ജോലികൾ പൂർത്തിയാക്കി വിശ്രമിക്കാൻ മടങ്ങിയാലും അടുത്ത ദിവസം പുലർച്ചയ്ക്ക് മുൻപ് അതെല്ലാം തീർക്കണമെന്ന് സ്ഥാപന അധികാരികൾ നൽകുന്ന കടുത്ത സമ്മർദ്ദം. ഇങ്ങനെ മകൾക്ക് നേരിടേണ്ടി വന്ന ഓരോ പീഡനങ്ങളും എണ്ണി എണ്ണി പറഞ്ഞാണ് ആ കത്ത് നിറയുന്നത്. മകളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും എത്താത്തവർ, മാതാപിതാക്കളെ ബന്ധപ്പെടാൻ പോലും ശ്രമിക്കാത്തവർ സംഭവം ചർച്ചയായതോടെ ഖേദപ്രകടനവുമായി എത്തി. അനിത അഗസ്റ്റിന്റെ കത്ത് ചർച്ചയായതിനു തൊട്ടു പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളിലെ വാർത്തകൾ എന്ന വിഷയവുമായി ഫോർവേഡ് ചെയ്യരുത് എന്ന നിർദ്ദേശത്തോടെ രാജീവ് മെമാനി ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചിരിക്കുകയാണ്. അന്നയുടെ മരണം വളരെ ദുഃഖകരമാണ്. ഇത്തരത്തിലുള്ള തൊഴിൽ സംസ്കാരമല്ല ഈ കമ്പനിക്കുള്ളത്. ഏതെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമ്പനിയുടെ ആഭ്യന്തര ഹോട്ട്ലൈൻ സംവിധാനം വഴി നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ തന്നെ സ്ഥാപനത്തിൽ 4 വർഷമായി ജോലി ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് മറുപടിയുമായി എത്തി. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്റേണൽ ഹോട്ട്ലൈനിൽ പരാതി പറഞ്ഞാലും യാതൊരു നടപടിയും കൈക്കൊള്ളില്ല എന്നാണ്. മാത്രമല്ല പരാതി പറയുന്നവരെ പ്രതികാര നടപടിക്ക് വിധേയമാക്കുന്നതാണ് സ്ഥാപനത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരി ആവശ്യപ്പെടുന്നത്. അന്ന ഇനി ഈ ലോകത്തില്ലെങ്കിലും അവളുടെ കഥയിലൂടെ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ആശകളെല്ലാം നഷ്ടമായ അമ്മ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്തിനെതിരെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അത് അന്ന സെബാസ്റ്റ്യന്റെ മരണം മൂലമാണ്. അവളുടെ അമ്മയായ അനിത സെബാസ്റ്റ്യൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കൊണ്ടാണ്. കോർപ്പറേറ്റ് ലോകത്ത് നിലനിൽക്കുന്ന കടുത്ത സമ്മർദ്ദങ്ങളിൽ കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.